ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള എല്ലാ വീഡിയോസിനും നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയുന്നത് മിഞ്ഞാന്നത്തെ വീഡിയോ ആണ് കേട്ടോ. മിഞ്ഞാന്ന് ഞാനെടുത്ത വീഡിയോ ആണ്. ഇത് ശരിക്കും ഇന്നലെ ഇടേണ്ടതേനു, പക്ഷെ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് ഇട്ടില്ലേ മോൻ്റെ പരിപാടിക്ക് ഹൊരയും കൊണ്ട് പോയിട്ട്. അപ്പോൾ പിന്നെ അത് വന്നപ്പോൾ പിന്നെ വിചാരിച്ചു അതങ്ങ് ഇടാന്ന്. പിന്നെ അങ്ങോട്ട് മടിക്കുകയും ചെയ്തു. എല്ലാം കൂടെ ഇന്നലെ ആകെ കുഴങ്ങി പോയിട്ടുണ്ടായിന് കേട്ടോ. വെയിലത്ത് ആ ഒരു നട്ടുച്ചക്ക് ഇങ്ങോട്ട് വരികയും കൂടെ ഒക്കെ ചെയ്തപ്പോഴേ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വോയിസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നിനും അങ്ങോട്ടൊരു ഉഷാറില്ലാണ്ട് അങ്ങനെ ഒരായിപ്പോയി കേട്ടോ. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിലും നമ്മളെന്തോ ഒരു മൂഡ് ഓഫ് പോലത്തെ ഒരു ചില സമയങ്ങൾ നമ്മളെല്ലാവരിലും കടന്നു പോകൂലേ, അങ്ങനെ ഒരു ദിവസം കേട്ടോ ഇന്നലെ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു വീഡിയോ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ആദ്യം തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ പരിപാടി അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് കറിക്കുള്ളത് ഫസ്റ്റ് ഒന്ന് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കുക്കറിൽ തക്കാളി ഉള്ളി പച്ചമുളക് ഇട്ടിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒന്ന് 2 വിസിലടിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചിക്കൻ കറി വെക്കൽ. പക്ഷെ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നലുണ്ട്. വാട്ടി അങ്ങോട്ട് ഉണ്ടാക്കാനുള്ള ആ ഒരു മടിയും കൊണ്ടൊക്കെയാണ്. ഇതിപ്പം ചട്ടി പിടിക്കാതെ ഈ ഒരു ഇളക്കലൊന്നും ഇപ്പോൾ നടക്കൂല കേട്ടോ. നമ്മളെ ഗ്യാസിൻ്റെ ആ ഒരു 4 സ്റ്റാൻഡ് പോലത്തെ അതിലത്തെ ഒന്ന് തുരുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ചട്ടി അതിൽ ഇങ്ങനെ അടങ്ങി നിൽക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഫോൺ ഒരു കയ്യിലും ഒക്കെ കൂടെ ആകുമ്പം പ്രശ്നമാണ്. ഇനി വല്ലാണ്ട് ഡിസ്കോ ഡാൻസ് കളിച്ചാൽ ചിലപ്പോൾ കറിയൊക്കെ അങ്ങോട്ട് മറിഞ്ഞു പോവേ. അങ്ങനെ കറീൻ്റെതൊന്നും അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഇറച്ചീൻ്റെത് എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ എണ്ണക്കടിയിലേക്കാണ്. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നിച്ചോള് സ്കൂളിട്ട് വന്നത്. ഇന്ന് ലാസ്റ്റത്തെ ദിവസേന. അപ്പോൾ ഓക്ക് കഴിഞ്ഞ 2 പരിപാടീൻ്റെ ട്രോഫികൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് അസംബ്ലിയിൽ കിട്ടിയതാന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നു കേട്ടോ. കാട്ടിക്കുളം സ്കൂളിലാണ് നിച്ചോള് പഠിക്കുന്നത്. പരിസരത്തുള്ളവർക്കൊക്കെ അറിയൂ കേട്ടോ. കാട്ടിക്കുളം സ്കൂളൊക്കെ നാട് ഭാഗത്തുള്ളവർക്കൊന്നും ചിലപ്പം അറിയലുണ്ടാവില്ല. അപ്പോൾ ഓൾ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നു. മക്കൾ എന്തെങ്കിലും ഇങ്ങനെ കൊടുന്ന് കാണിച്ചു തരുമ്പോൾ അവിടെ നിൽക്ക് നേരല്ല എന്ന് പറയുമ്പോൾ അവർക്കതൊരു വിഷമിക്കൂല. നമ്മൾ തമാശക്കാണെങ്കിലും മറ്റ് ചില വീഡിയോസിലൊക്കെ അങ്ങനെ കാണലില്ലേ, കുട്ടികളിങ്ങനെ സന്തോഷത്തോടെ കൊണ്ടുവരുമ്പോഴേ ഉമ്മാർ 2 ഒച്ചമ്മാന്ന് അങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും 2 ഒച്ച അങ്ങോട്ട് ഇടുമ്പോൾ ഐറ്റകൾ ആ ഒരു മൂഡ് തന്നെ അങ്ങോട്ട് പോകൂലേ. ഇനിയിപ്പോൾ എത്ര തിരക്കാണെങ്കിലും അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. കുട്ടികൾ കൊണ്ടുവന്ന് കാണിച്ചു തരുമ്പോൾ വേഗം അതൊക്കെ ഒന്ന് നോക്കി നമ്മൾ ആ ഈ സന്തോഷം കാണുമ്പം ഐറ്റേക്കും ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ അതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മളെ സമൂസേൻ്റെ മസാല, ഇന്ന് ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത്. സംഭവം ചിക്കൻ റോളൊക്കെ ആണെങ്കിലും മസാല സമൂസേൻ്റെ തന്നെയാണ് കേട്ടോ. അതിലൊരു മാറ്റവും ഇല്ല. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. അത് വേണ്ട പൊടികളും ചേർത്ത് ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ചിക്കൻ റോൾ പറയുന്നത് ബ്രെഡും മുട്ടയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ റോള് കടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടോക്കി. ചിലപ്പം എല്ലാവർക്കും അറിയണവരും ഉണ്ടാവും, ചിലപ്പോൾ അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് സംഭവം എനിക്കറിയൊന്നുമില്ലായിരുന്നു. നമ്മൾ പുറൻ്റെ അടുത്ത് നോമ്പറ ഉണ്ടായിനി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ മോള് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. ആദ്യമായിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിനി കേട്ടോ. അപ്പം മസാല അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് വെള്ളം, നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കൂലേ, അപ്പോൾ അതുപോലെ സാധാ പച്ചവെള്ളത്തിൽ ഉപ്പും കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് വെക്കുക. പിന്നെ തിളപ്പിക്കരുത്, തിളപ്പിക്കാതെ ചെറുതായിട്ടൊന്ന് ഒരു വെള്ളം ചൂടാവുന്നതിൻ്റെ ആ ഒരു സമയത്ത് ഒരു കുഞ്ഞു കുത്തുകൾ വരൂലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മൈദ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ മൈദ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. വേഗം തീ അങ്ങോട്ട് ഓഫാക്കുക. ആ ഒരു ചൂടുള്ള ആ ഒരു ഇളം ചൂട് വെള്ളത്തിലേക്കൊന്ന് വാട്ടിയിട്ട് തീ ഓഫാക്കി ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നല്ലോണം കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും, ഞാച്ചിമോനുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത്, മാക്സിമം എന്നെ വെറുപ്പിച്ചിട്ടാണ് ഓൻ അതിൻ്റെ മേലെ കയറിയിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ അടങ്ങിയിരുന്നോളൂ കേട്ടോ, ചിലപ്പോൾ അതിന് വേണ്ടി വെറുപ്പിക്കും, നമ്മൾ അടങ്ങാറാക്കും കേട്ടോ പണി എടുക്കണോടത്ത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയായിക്കോട്ടോ. എനിക്ക് ഭയങ്കര ക്ഷമയൊന്നും ഉണ്ടാവില്ല. ഒരു വട്ടം പറയും, 2 വട്ടമൊക്കെ പറയും, 3-ാമത്തെ വട്ടം പിന്നെ കൈ അയക്കാരം പോവുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും ഇത് നല്ലോണം സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബൂരീൻ്റെ ബോൾസ് ആക്കൂലേ, കുഞ്ഞു ഉരുളകൾ അതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെ പത്തിരി പ്രസ്സിലിട്ടിട്ട് കുറച്ച്
പിന്നെ ഓയിൽ ഉരുള മുക്കിയിട്ട് പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതാ അതിൻ്റെ നടുവിൽ നമ്മൾ ആ ഒരു മസാല ഫില്ലിങ് ഇത് അതുപോലെ ഒരു നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, നടുഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ ചിക്കൻ റോളിന് മടക്കൂലേ, ഇനിയിപ്പോൾ ബ്രെഡിലായാലും ദോശ ചുട്ടിട്ട് ചിക്കൻ റോള് ചുടുമ്പോഴായാലും ഈ ഒരു രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ മടക്കി റോളാക്കി എടുക്കുക. അപ്പം അതേപോലെ തന്നെ ഇതൊന്ന് റോളാക്കി എടുത്തിട്ട് വെക്കുക കേട്ടോ ഓരോന്നും. ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ്. ബ്രെഡിൽ ഇനിയിപ്പോൾ ഇതിനെ മുട്ടയിൽ മുക്കണ്ട, അതേപോലെ ബ്രെഡ് ക്രംസിൽ പൊതിയണ്ട, ഒന്നും ചെയ്യണ്ട. ഇതിനി ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. നമ്മൾ ഇറച്ചിയുടെ ഒക്കെ ചുട്ടിട്ട് ആ ഒരു മൈദ നമ്മൾ കുഴച്ചിട്ട് സാധാരണ ഇറച്ചിയുടെ ചുടൂലേ, അതേ ടേസ്റ്റ് തന്നെ ഇനി കേട്ടോ. എന്തായാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളി. എനിക്ക് നല്ല ഇഷ്ടമായിന്, ഇവിടെ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമായിന് കേട്ടോ. ഞാൻ കുറച്ചൊന്ന് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കല്ലേ, ആർക്കും തികയാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ സാധാരണ സമൂസ കട്ട്ലേറ്റ് അത് ഇത് അങ്ങനെ അങ്ങോട്ട് ഒപ്പിക്കൽ പരിപാടിയാണല്ലോ എടുക്കൽ. അപ്പോൾ ഇന്നൊരു അധികം എന്ന് പറഞ്ഞാൽ കുറയൊന്നുമില്ല കേട്ടോ, ഒരു 20 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു, 20 22 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചുടൽ പിന്നെ 6 മണി എന്നുള്ളൊരു മണി ഇങ്ങോട്ട് വന്നാലേ എണ്ണച്ചട്ടി ഞാൻ അടുപ്പത്ത് വെക്കുള്ളൂ കേട്ടോ, എന്നാലേ എനിക്ക് ശരിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് വൃത്തിയാക്കി പിന്നെ ഒന്ന് പാത്രം ഒക്കെ അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. ഇപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി വെച്ചാൽ പിന്നെ ലാസ്റ്റ് അതും കിടന്ന് ഇടങ്ങാറാവില്ല. അപ്പോൾ ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ കുറേശ്ശെ അങ്ങോട്ട് ഉള്ളത് പെരങ്ങണതൊന്നും അങ്ങനെ കഴുകി വെക്കുന്നതാണ് കേട്ടോ. എന്തായാലും നമ്മളെ കടിക്കുള്ളത് അവിടെ ആയിനല്ലോ. പിന്നെ ഇന്ന് വലിയ കടിയായിട്ട് ആക്കണില്ല, ഞാൻ കുക്കറിൽ കുറച്ച് ഇശാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നെയ്ച്ചോറ് വറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് കടീനെക്കാട്ടിയും കഴിക്കാനൊരു സുഖം തോന്നുന്നത് ചോറുകളാണ് കേട്ടോ. വെറുംചോറ് വെച്ചാട്ട് ഇവിടെ ആർക്കും പറ്റൂല. ശരിക്കും വെറുംചോറ് തന്നെ വെച്ചാൽ മതി. കാരണം നമ്മൾ സാധാരണ രാത്രി ഭക്ഷണം കഴിക്കണ ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ കഴിക്കണത്. പക്ഷെ അതാർക്കും പറ്റൂല കേട്ടോ ഈ നോമ്പിന്. അപ്പോൾ പിന്നെ ഞാൻ നെയ്ച്ചോറോ തേങ്ങാച്ചോറോ അല്ലെങ്കിൽ മന്തീൻ്റെ അരി ഉണ്ടെങ്കിൽ അതുകൊണ്ട് വറ്റിക്കലോ അങ്ങനെയൊക്കെ അങ്ങോട്ട് ആക്കലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 6 മണി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി അസർ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാ എണ്ണച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പം ഓയിൽ കഴിഞ്ഞാണ്, അതേപോലെ പഞ്ചസാര ചായപ്പൊടി ഒക്കെ കുപ്പി ഇങ്ങനെ കാലിയായി വരുന്നുണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് ഈ ഓയിലിനൊക്കെ ഭയങ്കര ചിലവാണില്ലേ. ഈ നോമ്പായാലും നമ്മൾ എന്നും എണ്ണക്കടി ഇങ്ങനെ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഓയിലും കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പഞ്ചസാര ജ്യൂസ് ഇങ്ങനെ അടിക്കണതാണല്ലോ, അപ്പോൾ അതും ഒന്ന് ഒഴിവായതിൽ അതും ഒന്ന് ഫില്ലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായപ്പൊടിയൊക്കെ നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതിങ്ങനെ തുടച്ചോണ്ട് കൂട്ടോ ഈ പെരങ്ങണേനനുസരിച്ചിട്ട്. എന്തായാലും എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ ഓരോ കടികളായിട്ട് അങ്ങനെ ചുട്ട് എടുക്കട്ടെ. ഇന്ന് സാധാരണ പോലെ അങ്ങോട്ടൊന്ന് സ്വസ്ഥമായിരുന്ന് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈ ഒരു വോയിസ് ഞാൻ കട്ട് ചെയ്ത് ഒരുപാട് വട്ടം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊന്ന് മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇന്ന് പെങ്ങളെ വീട്ടിൽ നോമ്പറുണ്ട്, അപ്പോൾ അതിന് പോകും വേണം. അപ്പോൾ എപ്പോഴാണ് പോണേന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് താത്തയും അനിയൻ്റോടും ഓരെല്ലാവരും ഫോണിലേക്ക് വിളിച്ചുകൊണ്ടും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു സർവേ എന്നും പറഞ്ഞിട്ട് കുറച്ച് ചേച്ചിമാർ പുറത്ത് വന്നു. അപ്പോൾ അത് കട്ടാക്കി അങ്ങനെ കുറേ വട്ടം ഓരോന്നിന് പോയാണ് കേട്ടോ ഇതൊന്ന് പിന്നെ മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വോയിസിൽ സാധാരണ പോലത്തെ ഒരു സുഖം അങ്ങോട്ട് കിട്ടിയത് വരില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചാളി കേട്ടോ. എന്തായാലും എണ്ണയൊക്കെ ഇങ്ങോട്ട് ചൂടായി. നമ്മളെ കടികൾ എണ്ണയൊന്നും കുടിക്കണില്ല കേട്ടോ. എനിക്ക് എണ്ണ കുടിക്കുമോ എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു, എന്താണെന്നുള്ളത് അറിയുന്നില്ലല്ലോ, ആദ്യമായിട്ട് ചൂടുകയല്ലേ. പക്ഷെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞാൻ സാധാരണ ഇറച്ചിയുടെ നമ്മൾ സാധാരണ മൈദ പരത്തി ഇതിൻ്റെ ആ ഒരു ചോന അച്ചിൽ ചുട്ടെടുക്കലില്ലേ, അപ്പോൾ അത് ചുടുന്ന പോലെ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇക്കാക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിനി കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഓരെല്ലാവരും ഇഷ്ടത്തോടെ ആര് കഴിക്കുമ്പോഴും അതുപോലെ നല്ല രസമുണ്ട് എന്ന് കേൾക്കുമ്പോഴൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ രണ്ടാമത്തെയും ട്രിപ്പ് കടികളൊക്കെ ഒന്ന് ചുട്ട് ഒന്ന് പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അനിയൻ്റെ കുട്ടി വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഓന് വത്തക്ക വേണമെന്ന് പറഞ്ഞപ്പോഴേ ഓനിക്കത് വീട്ടിൽ നിന്ന് തിന്നുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കവറിലിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് അങ്ങോട്ട് പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിന് കേട്ടോ. ഒരു കവറിലിട്ടിട്ട് ചെറുതല്ലേ അത് കൊണ്ട് ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിന്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഓൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓനെ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞു ഞാൻ വീണ്ടും വന്നു. ബാക്കിയുള്ള കടികൾ ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇക്ക വന്നിട്ടുണ്ട്. സപ്പോട്ടയാണ് ഇന്ന് ജ്യൂസ് അടിക്കുന്നത്. പിന്നെ വത്തക്ക കൊടുന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും മുറിച്ച് വെച്ചു. കടിയുമായി സപ്പോട്ട ജ്യൂസും അടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ എണ്ണത്തിനും നല്ല കുരയും കാര്യങ്ങളൊക്കെ ആണ് താനും. നന്നായിട്ട് ജ്യൂസ് നമ്മൾ അടിക്കുകയാണ്. നിച്ചുവിനും നാച്ചിക്കും ചുമയാണ് കേട്ടോ.
പിന്നെ ഇവരോട് കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരിട്ട് കേൾക്കൂല്ല, നമ്മളിട്ട് അടിക്കാണ്ടും നിൽക്കാൻ പറ്റൂല. ഇതിപ്പം ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ജ്യൂസ് കുടിച്ചാൽ ആ ഒരു ദാഹം അങ്ങോട്ട് മാറണ പോലെ ഉള്ളൂ. പിന്നെ പാൽ വയ്ക്കാണ്ട് അടിച്ചാലൊരു കൊണ ഉണ്ടാവില്ല, തണുപ്പിക്കാണ്ട് എന്നാൽ അതും കൊണ ഉണ്ടാവില്ല. ഇതിപ്പം ഇല്ലാണ്ടും പറ്റൂല, ഉണ്ടായും പറ്റൂല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് കേട്ടോ എന്തായാലും. പക്ഷെ നമ്മൾ പിന്നെ ഇവർക്കുള്ളത് ഇനിയിപ്പോൾ എന്താ പറയുക, ഫ്രിഡ്ജിൽ വെക്കാണ്ട് തണുപ്പിക്കാണ്ട് വെക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ പിറ്റത്തെ ദിവസം ജ്യൂസ് അടിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് എന്തോ പോലെ ഉണ്ടായിരുന്നേ, ആ ഒരു സാധാരണ ഉണ്ടാവണല്ലേ, എന്നിട്ട് ഇല്ലായിട്ട് എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാച്ചിമോനൊക്കെ അതങ്ങ് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കൊണ്ട വെച്ചോടുത്തുണ്ട്. ഓനക്കും ജ്യൂസ് തന്നെയാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നു. ആ നോമ്പൊറക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇരുത്തത്തിലാണ് ഇപ്പം ഒരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇത് ഇക്കാക്ക് ഇന്ന് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റായിട്ട് കിട്ടിയത് തന്നെയാണ്. ഇവർ ഭക്ഷണം വെക്കാൻ പോകുന്നവരാണല്ലോ. അപ്പോൾ അരീൻ്റെ ചാക്ക് പൊട്ടിക്കുമ്പം അതിലൊരു കാർഡ് ഉണ്ടാവില്ലേ, പിന്നെ ബിരിയാണി റൈസിൻ്റെ നിക്കാഹ് സ്പെഷ്യൽ, അങ്ങനെ ഓരോരോ അരീൻ്റെ പേര് എഴുതിയിട്ടുള്ള കാർഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കാർഡുകൾ കൊടുക്കുമ്പം ആ ഒരു ഇതിൽ നിന്ന് എന്താക്കിയാന്നൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഇവരെ ഫുഡിൻ്റെ ആ ഒരു അസോസിയേഷൻ്റെ എന്തോ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഇക്കാക്ക് കിട്ടിയതാണ് കേട്ടോ ഇത്. ഈ ഒരു ബാഗ് നിക്കാഹ് സ്പെഷ്യൽ ബിരിയാണി റൈസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായില്ലേ, നല്ല ബാഗാണ് കേട്ടോ, നല്ല കട്ടിയൊക്കെ ഉണ്ട്. നമ്മളാ ഒരു പണ്ടത്തെ വൺ സൈഡ് ബാഗില്ലേ ആണുങ്ങൾ കൊണ്ടുനടക്കണേ, അങ്ങനത്തെ ബാഗാണ് കേട്ടോ. കുറേ കള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് തുറന്ന് നോക്കി. ഇത് കുറച്ച് നേരത്തേക്ക് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു പണീൻ്റെ തിരക്കിലായതുകൊണ്ട് എനിക്കത് പൊട്ടിച്ച് നോക്കാനുള്ളൊരു നേരം കിട്ടിയിട്ടില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം അത് തുറന്ന് നോക്കിയാലല്ലോ ഒരു സമാധാനമാകും. പക്ഷെ ഇന്ന് പണിത്തിരക്കായതുകൊണ്ട് ഞാൻ അയിമലേക്ക് നിന്നില്ല കേട്ടോ. സമാധാനത്തിൽ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്ലേറ്റാണ് ബാഗാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയുന്നത് കൊണ്ട് പിന്നെ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയത് ഇതാണ് കേട്ടോ, 6 ചില്ലിൻ്റെ പ്ലേറ്റ്. നമ്മളെ നല്ല പ്ലേറ്റാണ് കേട്ടോ, നല്ല കട്ടിയുള്ള നല്ല അടിപൊളി പ്ലേറ്റുകൾ 6 എണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ നോക്കി എന്നിട്ട് ഇതാ അതിനെ അതേപോലെ ആ ഒരു ബോക്സിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ. നമ്മളെ സാധാരണ ഉമ്മമാരെ പരിപാടി ഉണ്ടല്ലോ, എടുത്തിട്ട് മേലെ എവിടെയെങ്കിലും പാത്ത് എടുത്ത് വെക്കൂലേ, ഞാൻ എന്തായാലും അത് അൾമാറിൻ്റെ മേലെ നല്ല സുരക്ഷയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനും ഏതിനും പറയാനുള്ള ന്യായം എന്ന് പറഞ്ഞാൽ പോരാവട്ടെ എന്നിട്ട് എടുക്കാമെന്ന്, അങ്ങനെയാണ് കേട്ടോ. എന്തായാലും ഇപ്പം ഇവിടെയൊക്കെ വെച്ച് അവിടെ എവിടെയും വീണതായി പൊട്ടിയിട്ടുണ്ടെങ്കിലേ അതിനെക്കാട്ടി നല്ലോണം അത് എടുത്ത് വെച്ച് അതിനെ ഉപയോഗിക്കാവുന്ന ആ ഒരു സമയമാകുമ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചിലവർ അറിയും വിരുന്നാർ വരുമ്പോൾ എടുക്കാമെന്ന്. എന്തായാലും അങ്ങനെയൊക്കെ അത് കരുതി എടുത്ത് വെച്ചിന് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാസുമേൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, പൊളിച്ചക്കത്തേക്കുള്ള. അപ്പോൾ അതൊക്കെ ആയതിൻ്റെ ശേഷം അതൊക്കെ ഒന്ന് വന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ നിസ്കാരം ഓത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്. ചോറ് അങ്ങോട്ടാക്കി പിന്നെ കഴിക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എപ്പോഴും നിങ്ങളിങ്ങനെ കാണുന്നതല്ലേ. അപ്പോൾ അതാ കുക്കറിൽ വേഗം അതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇട്ട് നെയ്ച്ചോറും ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം അത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.